Hello, welcome to Xylem Jee main channel. 2022 June 27th നടന്ന JEE main examന്റെ question answer discussion ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഷിഫ്റ്റ് 1ന്റെ എ പാർട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സെക്ഷൻ എയിൽ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A projectile is launched at an angle alpha with the horizontal with velocity 20 meter per second. After 10 seconds, its inclination with the horizontal is beta. Value of tan beta. Initial inclination alpha ആണെന്നും after 10 seconds inclination beta ആണെന്നും പറയുന്നുണ്ട്. Tan beta വാല്യൂ കണ്ടുപിടിക്കണം. Tan beta വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫൈനൽ വെലോസിറ്റിയുടെ കമ്പോണന്റ് നമ്മൾ അറിയണം. Vy യും Vx ഉം അറിയണം. അപ്പോൾ tan beta can be written as tan beta can be written as Vy by Vx. ഇനി Vx നെയും Vy നെയും ഇനീഷ്യൽ വെലോസിറ്റിയുടെ ടൈമിൽ എഴുതണം. ഇനീഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ യു എക്സും യു വൈയും അവയുടെ കമ്പോണന്റ് ആണ്. അപ്പൊ വി വൈ നെ നമുക്ക് യു വൈ മൈനസ് ജി ടി എന്ന് എഴുതാം. വി എക്സിനെ യു എക്സ് എന്ന് എഴുതാം, കാരണം ഹൊറിസോണ്ടൽ കമ്പോണന്റിന് മാറ്റമില്ല എന്ന് നമുക്കറിയാം. വീണ്ടും ഞാൻ എഴുതുന്നു ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു യു വൈ എന്ന് പറയുന്നത് യു സൈൻ ആൽഫയാണ്. യു എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ 20 സൈൻ ആൽഫ മൈനസ് ജിയുടെ വാല്യൂ 10 ആണ്, ടിയുടെ വാല്യൂ 10 ആണ്. അപ്പൊ ജി ടി എന്ന് പറയുന്നത് എന്തായി? 100 ആയി. യു എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, യു കോസ് ആൽഫ. യു എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ കോസ് ആൽഫ അതുപോലെ എഴുതി. ഇനി കോസ് ആൽഫ കൊണ്ട് 20 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ നമുക്ക് ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു 20 സൈൻ ആൽഫ ഡിവൈഡ് ബൈ 20 കോസ് ആൽഫ. അത് എത്ര കിട്ടി? ടാൻ ആൽഫ എന്ന് കിട്ടി. ടാൻ ആൽഫ മൈനസ് 100 ഡിവൈഡ് ബൈ 20 കോസ് ആൽഫ. 100 ഡിവൈഡ് ബൈ 20 എന്ന് പറഞ്ഞാൽ 5 ആണ്. 1 ബൈ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ സീക്ക് ആൽഫയാണ്. സീക്ക് ആൽഫ. അപ്പൊ ടാൻ ആൽഫ മൈനസ് 5 സീക്ക് ആൽഫ എന്ന് നമുക്ക് ആൻസർ കിട്ടി. Therefore the option is B. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. എ ഗേൾ സ്റ്റാൻഡിംഗ് ഓൺ എ റോഡ് ഹോൾഡ്സ് ഹെയർ അംബ്രല്ല അറ്റ് 45 degree with the vertical to keep the rain away. If she starts running without umbrella with a speed of 15√2 km per hour, the raindrops hits her head vertically. The speed of the raindrop with respect to the moving girl. നമുക്ക് വേണ്ടത് എന്താ? സ്പീഡ് ഓഫ് ദ റെയിൻഡ്രോപ്പ് വിത്ത് റെസ്പെക്ട് ടു ദ മൂവിംഗ് ഗേൾ. വിത്ത് റെസ്പെക്ട് ടു ദ മൂവിംഗ് ഗേൾ സ്പീഡ് ഓഫ് ദ റെയിൻഡ്രോപ്പ് വെർട്ടിക്കലി ആണെന്ന് പറയുന്നുണ്ട്. അപ്പം വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗേൾ ഈസ് വെർട്ടിക്കലി ഡൗൺ. ഇനി വെലോസിറ്റി ഓഫ് ദ ഗേൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 15√2 എന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ദ റെയിൻ നമുക്കറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗേൾ കണ്ടുപിടിച്ചാൽ മതി. ഈ ആംഗിൾ 45 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 45. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ടാൻ 45 എടുത്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. ടാൻ 45 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് എത്രയാണ്? 15√2 ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ്. അഡ്ജസെന്റ് വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗേൾ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗേൾ ഈസ് ഈക്വൽ ടു 15√2 എന്ന് കിട്ടി. പക്ഷെ ഓപ്ഷനിൽ 15√2 കാണുന്നില്ല. അപ്പൊ നമുക്ക് ഈ സംഭവത്തിനെ √2 ബൈ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും? 30 ഡിവൈഡ് ബൈ √2 എന്ന് എഴുതാം. അപ്പം വെലോസിറ്റി ഓഫ് ദ റെയിൻഡ്രോപ്പ് വിത്ത് റെസ്പെക്ട് ടു ദ മൂവിംഗ് ഗേൾ ഈസ് 30 ഡിവൈഡഡ് ബൈ √2 കിലോമീറ്റർ പെർ അവർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നോക്കൂ. എ സിൽവർ വയർ ഹാസ് മാസ്. ദാ ഇവിടെ തന്നിട്ടുണ്ട്. റേഡിയസ് തന്നിട്ടുണ്ട്. ലെങ്ത് തന്നിട്ടുണ്ട്. The maximum percentage error in the measurement of density. ഡെൻസിറ്റിനെ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം നമുക്ക് പൈ ആർ സ്ക്വയർ എൽ എന്ന് എഴുതാം. പൈ ആർ സ്ക്വയർ എൽ ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സിലിണ്ടർ അല്ലേ. ആർ ഇസ് ദ റേഡിയസ്, എൽ ഇസ് ദ ലെങ്ത്. അപ്പൊ ഡെൽറ്റ റോ ബൈ റോ, ഹൗ ക്യാൻ യു റൈറ്റ്? ഡെൽറ്റ റോ ബൈ റോ ഇൻറ്റു 100 പെർസെന്റേജ് എററാ ചോദിച്ചിട്ടുള്ളത്. ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം into 100 plus 2 times delta r by r into 100, okay, plus delta l by l into 100. ഇനി ക്വസ്റ്റ്യനിൽ നോക്കി ഇതെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എം എന്ന് പറയുന്നത് 0.006 ആണ്. 0.006 ഡിവൈഡഡ് ബൈ എം എന്ന് പറയുന്നത് 0.6 ആണ്. ഇൻറ്റു 100 അതുപോലെ എഴുതി.
പ്ലസ് 2 ഡെൽറ്റ ആർ എത്രയാണ് 0.005 ആണ്. ആർ എത്രയാണ് 0.5 ഇൻറ്റു 100 അതുപോലെ എഴുതി പ്ലസ് ഡെൽറ്റ എൽ എത്രയാണ് 0.04 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 100. ഇത് സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ. ഇവിടെ നമുക്ക് 1 എന്ന് വന്നു, 2 ഇൻറ്റു 1 എന്ന് വന്നു, 2 ഇൻറ്റു 1 പ്ലസ് അവിടെ നമുക്ക് 1 എന്ന് വന്നു. ഓൾ ടുഗദർ what we get is 4%. Therefore the answer is A, 4%. ഇനി fourth questionലേക്ക് കിടക്കാം. നോക്കൂ, a system of 2 block of mass m is equal to 2 kg and a capital letter m is equal to 8 kg is placed on a smooth table as shown in this figure. Smooth table, there is no friction between block and table. Okay, the coefficient of static friction between the two blocks is 0.5 എന്ന് പറഞ്ഞാൽ here there is a friction in between the block, there is a friction. Okay, the maximum horizontal force F that can be applied to the block of mass m so that the blocks move together will be. അപ്പൊ രണ്ടെണ്ണത്തിന് ഒരേ ആക്സലറേഷൻ ആയിരിക്കണം. അപ്പർ ബ്ലോക്കിനും ലോവർ ബ്ലോക്കിനും ഒരേ ആക്സലറേഷൻ ആണെങ്കിൽ മാത്രമേ these two block will move together. ഇനി ഞാൻ അപ്പർ ബ്ലോക്കിനെ മാത്രം ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് ഇക്വേഷൻ എഴുതും. ഈ ബ്ലോക്കിനെ മാത്രം കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് മീ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദാറ്റ് ബ്ലോക്ക്. ഓക്കെ, അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ആ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമാണ്. കാരണം നമ്മൾ ഈ എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ലോവർ ബ്ലോക്കിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, അപ്പർ ബ്ലോക്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പർ ബ്ലോക്കിന്റെ ടെൻഡൻസി എന്താണ്? അപ്പർ ബ്ലോക്ക് ഹാസ് എ ടെൻഡൻസി ടു മൂവ് ബാക്ക്. ഈ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ലോവർ ബ്ലോക്ക് അപ്പർ ബ്ലോക്ക് വിൽ മൂവ് ബാക്ക് വിത്ത് റെസ്പെക്ട് ടു ലോവർ ബ്ലോക്ക്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇംപെൻഡിങ് മോഷൻ ബാക്ക്വേർഡ് ആണ്, ദെയർഫോർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോർവേഡ് ആണ്. ഇതിൽ ആക്ട് ചെയ്യുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോർവേഡ് ആണ്. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? ആക്സലറേറ്റ് ചെയ്യിക്കുന്നത്. അതിന്റെ ആക്സലറേഷൻ എ ആണെന്ന് വിചാരിക്കുക. കോമൺ ആക്സലറേഷൻ എ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ. വാട്ട് എഫ് എസ് ഈസ് ഈക്വൽ ടു എം എ. എം ഈസ് ദ മാസ് ഓഫ് ദ ബ്ലോക്ക്, എ ഈസ് ദ ആക്സലറേഷൻ, എം ഈസ് ദ മാസ് ഓഫ് ദ അപ്പർ ബ്ലോക്ക്. ഇനി വൺ മോർ തിങ് യു നോ, എഫ് എസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ക്യാൻ നെവർ ബി ഗ്രേറ്റർ ദാൻ മ്യൂ എൻ. ഇറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എൻ. എൻ എന്ന് പറഞ്ഞാൽ എം ജി ആണ് ഇവിടെ. അപ്പോൾ മ്യൂ എം ജി. ഇനി സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ സ്ഥാനത്ത് ഞാൻ എം എന്ന് എഴുതി. എം എ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എം ജി. അപ്പോൾ നമുക്കൊരു കാര്യം കിട്ടി, എ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ജി എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ എയുടെ മാക്സിമം വാല്യൂ എവിടം വരെ പോവാം? മ്യൂ ജി വരെ പോവാം, മ്യൂ ജി വരെ പോവാം. അപ്പൊ നമുക്ക് എയുടെ മാക്സിമം അപ്പർ ലിമിറ്റ് കിട്ടി. മ്യൂ ജി വരെ എക്ക് സാധ്യതയുള്ളൂ. ഇനിയും ഈ ബ്ലോക്ക് ടുഗദർ, ഈ രണ്ട് ബ്ലോക്ക് ഒന്നിച്ചെടുത്തിട്ട് ഞാൻ ഇക്വേഷൻ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു എം പ്ലസ് എം, എം പ്ലസ് എം, എ എന്ന് എഴുതാം. എ എ. ഇനിയും എഫ് മാക്സിമം എത്രയാ? എഫ് മാക്സ് ഈസ് ഈക്വൽ ടു എം പ്ലസ് എം ടൈംസ് എയുടെ മാക്സിമം വാല്യൂ. എയുടെ മാക്സിമം വാല്യൂ എവിടെ വരെ പോവാം? മ്യൂ ജി വരെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ മ്യൂ ജി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം പ്ലസ് എം എന്ന് പറഞ്ഞാൽ എത്രയായി? എം പ്ലസ് എം എന്ന് പറഞ്ഞാൽ 2 + 8 10 ആയി. 10. മ്യൂവിന്റെ വാല്യൂ 0.5 ആണ്, അത് 1/2 എന്ന് എഴുതാം. ജിയുടെ വാല്യൂ 9.8 എടുക്കാം, 9.8 അല്ലേ? അപ്പൊ 98ന്റെ പകുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 49 ന്യൂട്ടൺ എന്ന് വന്നു. 49 ന്യൂട്ടൺ. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? യാ, 49 ന്യൂട്ടൺ ആണ് മാക്സിമം ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ അപ്പർ ബ്ലോക്ക് വിൽ സ്റ്റാർട്ട് ഡ്രിഫ്റ്റിംഗ് ബാക്ക് ഓർ സ്റ്റാർട്ട് സ്ലിപ്പിംഗ് ബാക്ക്. ഓക്കെ, ഈ 49 വരെ രണ്ടും ഒരേ ആക്സലറേഷൻ ഒന്നിച്ചു പോകും. ഓക്കെ, 49ൽ കുറവാണെങ്കിലും കുഴപ്പമില്ല. 49 ആണ് മാക്സിമം ഫോഴ്സ് വിത്ത് വിച്ച് ദിസ് ടു ബ്ലോക്ക് വിൽ മൂവ് ടുഗദർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ടു ബ്ലോക്ക് ഓഫ് മാസ് 10 kg 30 kg ആർ പ്ലേസ്ഡ് on the same straight line with the coordinate 0, 0 and x0 centimeter respectively. The block 10 kg is moved on the same line through a distance 6 centimeter towards the other block. The distance through which the block 30 kg must be moved to keep the position of center of mass of the system unchanged. നമുക്കെന്താ? center of the mass of the system must not change. center of mass ന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് center of mass? ഓക്കെ, എക്സ് സി എം, എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇനി x1ഓ x2ഓ അല്ലെങ്കിൽ രണ്ടുമോ ചേഞ്ച് ചെയ്താൽ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും. x1 ചേഞ്ച് ചെയ്താൽ മൂവ് ചെയ്യും, x2 ചേഞ്ച് ചെയ്താലും സംഭവിക്കും. അപ്പൊ നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ എക്സ് സി എം ക്യാൻ ബി റിട്ടൺ ആസ് m1 delta x1 plus m2 delta x2 divided by m1 plus m2.
ഇനി നമുക്ക് ഈ ഡെൽറ്റ എക്സിയും 0 ആവണമെന്നാ പറഞ്ഞേ. സി നമ്മുടെ കണ്ടീഷൻ എന്താ? വി വാണ്ട് ഡെൽറ്റ എക്സ് സി എം മസ്റ്റ് ബി 0 എന്ന് പറഞ്ഞാൽ എക്സ് സി എം ഷുഡ് നോട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ് സി എമ്മിന് ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. ഡെൽറ്റ എക്സ് സി എം 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം M1 ഡെൽറ്റ എക്സ് 1 പ്ലസ് M2 ഡെൽറ്റ എക്സ് 2 എന്തായിരിക്കണം? 0 ആയിരിക്കണം. M1 10 ആണ്, ഡെൽറ്റ എക്സ് 1 എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്, M2 30 ആണ്, ഡെൽറ്റ എക്സ് 2 നമുക്കറിയില്ല, ഡെൽറ്റ എക്സ് 2 വി ഡോണ്ട് നോ. ഇതിൽ നിന്ന് ഡെൽറ്റ എക്സ് 2 നമുക്ക് 60 ഡിവൈഡ് ബൈ 30 വിത്ത് എ മൈനസ് സൈൻ -2 സെന്റിമീറ്റർ എന്ന് കിട്ടി. -2 എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ എക്സ് 1 എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കണം ഡെൽറ്റ എക്സ് 2 എന്നാണ്. കാരണം ഡെൽറ്റ എക്സ് 1 നമ്മൾ +6 എന്ന് എടുത്തു, മനസ്സിലായോ? ഡെൽറ്റ എക്സ് 1 മൂവ് ചെയ്ത ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തു. അപ്പൊ ഡെൽറ്റ എക്സ് 2 എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ഇതാണ് M1 എന്ന് വിചാരിക്കുക, M1. ഓക്കെ, ഇതാണ് M2 എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന്റെ സെന്റർ ഓഫ് മാസ് സംവെയർ എവിടെയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? M1നെ ഇങ്ങോട്ട് M2ന്റെ അടുത്തേക്ക് മൂവ് ചെയ്തു, ടുവേഴ്സ് ദ റൈറ്റ് മൂവ് ചെയ്തു. അപ്പൊ M2 എങ്ങോട്ട് മൂവ് ചെയ്യണം? ടുവേഴ്സ് ദ ലെഫ്റ്റ് മൂവ് ചെയ്യണമെന്നാണ് ഈ ഇക്വേഷൻ പറയുന്നത്. അപ്പൊ M2 ഷുഡ് മൂവ് ടുവേഴ്സ് ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ, 2 സെന്റിമീറ്റർ ടുവേഴ്സ് 10 kg. 2 സെന്റിമീറ്റർ മൂവ് ചെയ്യണം ടുവേഴ്സ് 10 kg. ദിസ് ഈസ് 10 kg. ഇത് M1 ആണ്, ദിസ് ഈസ് M1, ദാറ്റ്സ് M2. ദിസ് ഈസ് ഹൗ മച്ച്? 30 kg. അപ്പൊ 30 kg 10 kg 30 kgയുടെ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ 30 kg 10 kgയുടെ അടുത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യാതിരിക്കും. ഓക്കെ, അപ്പോ അവർ ആൻസർ ഈസ് 2 സെന്റിമീറ്റർ ടുവേഴ്സ് 10 kg ബ്ലോക്ക്. ഇനിയും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കൂ, 72 ohm galvanometer is shunted by a resistance of 8 ohm. ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസും ഷണ്ടിന്റെ റെസിസ്റ്റൻസും തന്നു. ദ പെർസെന്റേജ് ഓഫ് ടോട്ടൽ കറന്റ് വിച്ച് പാസസ് ത്രൂ ദ ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന കറന്റ് IG ആണെങ്കിൽ നമുക്ക് വേണ്ടത് IG ഡിവൈഡഡ് ബൈ ടോട്ടൽ കറന്റ് I ആണെങ്കിൽ ഇൻറ്റു 100. ഇത് എത്ര എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. ടോട്ടൽ കറണ്ടിന്റെ എത്ര ശതമാനമാണ് ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്നത്? നമുക്കറിയാം. നോക്കൂ, ഈ ഗാൽവനോമീറ്ററിന്റെ കോയിലും ഈ ഷണ്ടും പാരലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ ഗാൽവനോമീറ്റർ ആൻഡ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ ഷണ്ട് റെസിസ്റ്റൻസ് മസ്റ്റ് ബി ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, വാട്ട് ക്യാൻ യു റൈറ്റ്? യു ക്യാൻ റൈറ്റ് IG ഇൻറ്റു G. അതാണ് അതിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഷണ്ടിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പിന് ഈക്വൽ ആയിരിക്കണം. ഷണ്ടിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് I മൈനസ് IG ഇൻറ്റു G ആണെന്ന് നമുക്കറിയാം. ഇനി IG ഡിവൈഡഡ് ബൈ, ലെറ്റ് മീ റൈറ്റ്, IG ഡിവൈഡഡ് ബൈ I മൈനസ് IG എന്ന് പറയുന്നത് G ബൈ, സോറി ഹിയർ G അല്ല, എന്താ വരിക നോക്കിക്കേ, ഹിയർ S ആണ് വരുന്നത്, ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ S ബൈ G എന്ന് വന്നു. ഇനി ഞാൻ എന്താ ഇവിടെ നിന്ന് എങ്ങനെയാ IG മുകളിൽ എനിക്ക് വേണം, I മാത്രമേ താഴെ മതി. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? IG അതുപോലെ തന്നെ എഴുതി കമ്പോണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്ററിനോട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുന്നു. ഡിനോമിനേറ്ററിനോട് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ I മാത്രം കിട്ടില്ലേ? I. അപ്പൊ ഇവിടെ അതുപോലെ എഴുതണം. IG മാത്രമല്ല എഴുതി, അപ്പൊ S മാത്രം എഴുതുക. ഡിനോമിനേറ്ററിനോട് ന്യൂമറേറ്റർ ആഡ് ചെയ്യണം. അപ്പൊ G പ്ലസ് S. ഓക്കെ, ഇനി രണ്ട് സൈഡും 100 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ രണ്ട് സൈഡിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇത് എത്ര കിട്ടി? S ഈസ് നത്തിങ് ബട്ട് 8 ഡിവൈഡഡ് ബൈ G പ്ലസ് S എന്ന് പറയുന്നത് 80 ആണ് ഇൻറ്റു 100 അല്ലേ? അപ്പോൾ നമുക്കിത് 10% എന്ന് കിട്ടിയില്ലേ? 10%. യുവർ റൈറ്റ് ആൻസർ ഈസ് 10%. ടോട്ടൽ കറണ്ടിന്റെ 10% ഗാൽവനോമീറ്റർ കൂടെ പാസ് ചെയ്യുന്നത്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഹോൾഡ്സ് ഗുഡ് ഫോർ എനി പെയർ ഓഫ് ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ്. ദാറ്റ് ഈസ് ട്രൂ. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഈസ് ട്രൂ ഫോർ എനി പെയർ ഓഫ് ബോഡീസ്. ഇനി weight of any person becomes 0 when the person is at the center of the earth. That also is true. എന്ന് പറഞ്ഞാൽ statement 1 and 2 are true. Both statement 1 and statement 2 are true. Therefore the answer is A. Eighth ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. വാട്ട് പെർസെന്റേജ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ ഈസ് ട്രാൻസ്ഫേർഡ് ടു എ സ്റ്റേഷണറി പാർട്ടിക്കിൾ when it strikes a stationary particle 5 times its mass? Assume the collision to be head-on elastic collision. Elastic collision momentum conserved ആണ്, kinetic energy conserved ആണ് അല്ലേ? ഈ മാസ് m ആണെന്ന് വിചാരിക്കുക, that is moving with velocity u. ഇത് 5m ആണെന്ന് വിചാരിക്കുക, that is at rest. After collision, see 5m is moving,
5m is moving with velocity v2 എന്ന് വിചാരിക്കുക and m is moving with velocity v1 ആണെന്ന് വിചാരിക്കുക. നമുക്കിവിടെ വേണ്ടത് എന്താണ്? എത്ര ശതമാനമാണ് m2ലേക്ക് അല്ലെങ്കിൽ 5m ട്രാൻസ്ഫർ ചെയ്തതെന്ന് വേണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൈനറ്റിക് എനർജിയെ നോക്കൂ, ഇതിന്റെ കൈനറ്റിക് എനർജിയെ സെക്കൻഡ് ബോഡിയുടെ കൈനറ്റിക് എനർജിയെ ഫസ്റ്റ് ബോഡി ഇതിന്റെ കൈനറ്റിക് ഇനീഷ്യൽ കൈനറ്റിക് എനർജി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? ശതമാനം കിട്ടുക. അപ്പൊ ഇതിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം, v2 കണ്ടുപിടിക്കണം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഈ 5m മാസുള്ള ബോഡിയുടെ കൈനറ്റിക് എനർജിയെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ട്രാൻസ്ഫേർഡ് കിട്ടും. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് കിട്ടും. അപ്പം ഐ ആം ട്രൈങ് ടു ഫൈൻഡ് v2. അതിന് രണ്ട് കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഒന്ന് മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യുകയാണ്. വാട്ട് ഈസ് മൊമെന്റം കൺസർവേഷൻ? mu എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? mu ഈസ് ഈക്വൽ ടു mv1 പ്ലസ് 5mv2. ഇതിൽ നിന്ന് എനിക്കൊരു ഇക്വേഷൻ കിട്ടുമല്ലോ. v1 പ്ലസ് 5v2 ഈസ് ഈക്വൽ ടു വാട്ട്? u എന്ന് കിട്ടി. ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നുണ്ട്, ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പൊ കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 1 എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷനും റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ചും ഈക്വൽ ആയിരിക്കണം. വാട്ട് ഡസ് ഇറ്റ് മീൻ? v2 മൈനസ് v1 മസ്റ്റ് ബി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വിച്ച് ഈസ് u. ഈ രണ്ടെണ്ണം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ലെറ്റ് us add this 2. വാട്ട് യു വിൽ ഗെറ്റ്? v1 പോകും. അങ്ങനെ 6v2 ഈസ് ഈക്വൽ ടു u എന്ന് കിട്ടി. അങ്ങനെ v2 ഈസ് ഈക്വൽ ടു u/3 എന്ന് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? പെർസെൻറ്റേജ് ട്രാൻസ്ഫേർഡ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. പെർസെൻറ്റേജ് ട്രാൻസ്ഫേർഡ് വേണമെങ്കിൽ 1/2 ഇൻറ്റു 5m ഇൻറ്റു v2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5m മാസ് ഉള്ളതിന്റെ കൈനറ്റിക് എനർജിയെ ഞാൻ ഇനീഷ്യൽ കൈനറ്റിക് എനർജി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹൗ മച്ച് ഈസ് ദാറ്റ്? 1/2 ഇൻറ്റു m ഇൻറ്റു u സ്ക്വയർ ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എനിക്ക് പെർസെൻറ്റേജ് കിട്ടുള്ളൂ. അപ്പം ഇവിടെ വെട്ടിക്കളയാൻ പറ്റുന്നതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് v2 സ്ക്വയർ ഡിവൈഡ് ബൈ u സ്ക്വയർ ഇൻറ്റു 100 എന്ന് വന്നു. 5v2 സ്ക്വയർ 5v2 എന്ന് പറഞ്ഞാൽ u/3 ആണ്. അപ്പൊ u സ്ക്വയർ ബൈ 9 ഡിവൈഡഡ് ബൈ u സ്ക്വയർ ഇൻറ്റു 100. ദിസ് ഈസ് വാട്ട് ഐ ഗെറ്റ്. അപ്പം എത്ര കിട്ടി? 5 ബൈ u സ്ക്വയർ വെട്ടിപ്പോയല്ലോ. 5 ബൈ 9 ഇൻറ്റു 100. വാട്ട് ഡിഡ് യു ഗെറ്റ്? 5 ഇൻറ്റു 11.111 എന്ന് പോകും ഇല്ലേ? That is 55.5 എന്ന് എഴുതാം തൽക്കാലം. 55.5 is the right answer. Here is the answer. Next ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ, the velocity of a small ball of mass m and density d1 when dropped in a container filled with glycerin becomes constant after some time. എന്ന് പറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്തു. If the density of the glycerin is d2, then viscous force acting on the ball is. ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്താൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. അപ്പൊ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിസ്കസ് ഫോഴ്സ്. 2, അതിന്റെ ബോയന്റ് ഫോഴ്സ് FB, ദാറ്റ് ഓൾസോ അപ്വേർഡ്. ആൻഡ് ഡൗൺവേർഡ് ഫോഴ്സ് ഈസ് mg. ഇതിന്റെ ആക്ച്വൽ വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്. അപ്പൊ നമുക്ക് ഇവിടെ FV ആണ് വേണ്ടത്. FV. സോ ഹൗ വിൽ യു റൈറ്റ് FV ചിൽഡ്രൻ? FV എന്ന് പറയുന്നത് mg മൈനസ് FB ആണ്. FB is the buoyant force. Buoyant force അത് ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിന്റെ മാസിന് വെയിറ്റിന് ഈക്വൽ ആണ് അല്ലേ? Therefore FV is equal to mg weight of the body minus m dash g. m dash എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് mass of the liquid displaced. Therefore FV is equal to mg ഞാൻ കോമൺ ഔട്ട് ചെയ്യുകയാണ്. mg കോമൺ ഔട്ട് ചെയ്താൽ 1 മൈനസ് m dash ഡിവൈഡ് ബൈ m എന്ന് വന്നു. ഈ എം ഡാഷ് എന്താണ്, എം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എം ഡാഷ് ഈസ് ദ മാസ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്, എം ഈസ് ദ മാസ് ഓഫ് ദ ബോഡി. ഈ രണ്ട് കേസിലും മാസ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡും മാസ് ഓഫ് ദ ബോഡിയുടെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. രണ്ടിന്റെ വോളിയം സെയിം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബോത്ത് വിൽ ഹാവ് സെയിം വോളിയം. ബോഡിക്ക് എത്ര വോളിയം ഉണ്ടോ അത്രമാത്രം ലിക്വിഡ് ആണ് ബോഡി ഡിസ്പ്ലേസ് ചെയ്യുക. അപ്പൊ വോളിയം സെയിം ആയതുകൊണ്ട് ഈ മാസിന്റെ റേഷ്യോ ഡെൻസിറ്റിയുടെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. കാരണം മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വോളിയം രണ്ടിനും സെയിം ആണ്. അപ്പൊ ഡെൻസിറ്റിയുടെ റേഷ്യോ എഴുതാം നമുക്ക്. ഓക്കെ, therefore FV ഈസ് ഈക്വൽ ടു mg ഇൻറ്റു 1 മൈനസ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ബോഡി d2 ഡിവൈഡ് ബൈ d1. അങ്ങനെ ഉണ്ടോ നോക്കി. mg ഇൻറ്റു 1 മൈനസ് d2 ഡിവൈഡ് ബൈ d1. ദാറ്റ് ഈസ് വാട്ട്?
അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം അപ്പാരന്റ് വെയിറ്റ് എത്രയാണ്? എം ജി ഇൻറ്റു 1 മൈനസ് d2/d1 ആണ് അപ്പാരന്റ് വെയിറ്റ്. അപ്പാരന്റ് വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്ത്? നമ്മുടെ ബോയിന്റ് ഫോഴ്സ്. ബിക്കോസ് നെറ്റ് ഫോഴ്സ് മസ്റ്റ് ബി 0. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. ദ സസെപ്റ്റിബിലിറ്റി ഓഫ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് 99. ദ പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഇൻ വെബർ പെർ ആംബിയർ മീറ്റർ ഈസ്. ഓക്കെ, സസെപ്റ്റിബിലിറ്റി തന്നാൽ നമുക്ക് റിലേറ്റീവ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാം. റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ ഈസ് ഈക്വൽ ടു ഖയ്യം പ്ലസ് 1 ആണ് ഇല്ലേ? ഖയ്യം നമുക്ക് 99 തന്നിട്ടുണ്ട്, പ്ലസ് 1 ചെയ്യുമ്പോൾ 100 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് പെർമിയബിലിറ്റി കണ്ടുപിടിക്കാം. പെർമിയബിലിറ്റി ഈസ് ഈക്വൽ ടു മ്യൂ 0 മ്യൂ ആർ ആണെന്ന് എല്ലാവർക്കും അറിയാം. therefore പെർമിയബിലിറ്റി ഈസ് ഈക്വൽ ടു മ്യൂ 0യുടെ വാല്യൂ 4π ഇൻറ്റു 10⁻⁷, മ്യൂ ആറിന്റെ വാല്യൂ 100, അങ്ങനെ 4π ഇൻറ്റു 10⁻⁵ എന്ന് കിട്ടി. യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, യൂണിറ്റ് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. 4π ഇൻറ്റു 10⁻⁵. സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. എ കറന്റ് ഫ്ലോയിങ് ത്രൂ എ സി സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ. കറണ്ടിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എ സി സർക്യൂട്ടിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഗ്രാഫും വരച്ചിട്ടുണ്ട് കേട്ടോ. കറന്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ സിനുസോയിഡൽ ഗ്രാഫ്. ഹൗ ലോങ് വിൽ ദ കറന്റ് ടേക്ക് ടു റീച്ച് ദ പീക്ക് വാല്യൂ സ്റ്റാർട്ടിംഗ് ഫ്രം 0? 0യിൽ നിന്ന് പീക്ക് വാല്യൂവിലെത്താൻ എത്ര സമയം എടുക്കും എന്ന് പറഞ്ഞാൽ ഫ്രം ഹിയർ ഇറ്റ് ഷുഡ് റീച്ച് ടു പീക്ക് വാല്യൂ. എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അതിന്റെ ടൈം പീരീഡിന്റെ 4/1 എടുക്കും. t/4 where t is the time period. ഒരു കംപ്ലീറ്റ് സൈക്കിൾ പൂർത്തിയാകാൻ എടുക്കുന്ന ടൈമാണ് t. അതിന്റെ 1/4 എടുക്കും. therefore the required time we want is what? Time period divided by 4 എന്ന് പറഞ്ഞാൽ എന്താ? 1/4 of 2π/ω. 2π/ω കാരണം ഒമേഗ നമുക്ക് ഇക്വേഷനിൽ നിന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് 2π. ഞാൻ അതുപോലെ എഴുതി. ഒമേഗ ഞാൻ ഇക്വേഷനിൽ നോക്കി എഴുതുകയാണ്. ടിയുടെ കോയിഫിഷ്യന്റ് ആണ് ഒമേഗ എന്ന് നിങ്ങൾക്കറിയാം. 120π. പയ്യും പയ്യും വെട്ടിപ്പോയി. അങ്ങനെ നമുക്ക് 1/240 സെക്കൻഡ് എന്ന് കിട്ടി. 1/240 സെക്കൻഡിൽ അത് 0 വാല്യൂവിൽ നിന്ന് പീക്ക് വാല്യൂവിലെത്തും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. വളരെ സിമ്പിൾ ആണ്. അൾട്രാ വയലറ്റ് റേസ് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റെറിലൈസിങ് സർജിക്കൽ ഇൻസ്ട്രുമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കാൻ വേണ്ടി അൾട്രാ വയലറ്റ് റേസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനിയും മൈക്രോവേവ്സ് എന്തിനാ? റഡാർ സിസ്റ്റത്തിന് ഉപയോഗിക്കും. മൈക്രോവേവ്സ്. ഇൻഫ്രാറെഡ് റേസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. എക്സ് റേസ് സ്റ്റഡി ഓഫ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. യാ, A is equal to 3. Correct ആണ്. B is what? 4. Therefore, our right answer is A. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. An alpha particle. ഇത് A അല്ല കേട്ടോ. This is alpha. An alpha particle and a carbon atom has same kinetic energy. Ratio of their de Broglie wavelength. This is a usual question. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു തരം ക്വസ്റ്റ്യൻ ആണിത്. രണ്ടിനും ഒരേ കൈനറ്റിക് എനർജി ആണെന്നാ പറയുന്നത്. അപ്പൊ ഡി ബ്രോയി വേവ് ലെങ്ത് നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത് h/p എന്നുള്ള ഫോർമുല. പി എനെ കൈനറ്റിക് എനർജിയുടെ ടൈമിൽ എഴുതുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പി എനെ കൈനറ്റിക് എനർജിയുടെ ടൈമിൽ എഴുതുകയാണെങ്കിൽ h/2mk. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ടിനും ഒരേ കൈനറ്റിക് എനർജിയാണ്. h കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലാംഡ ഓഫ് ആൽഫ ഡിവൈഡഡ് ബൈ ലാംഡ ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു റൂട്ട് ഓഫ് മാസ്. അപ്പൊ കാർബണിന്റെ മാസ് എത്രയാ? 12. ആൽഫയുടെ മാസ് എത്രയാ? 4. അങ്ങനെ നമുക്ക് √3 എന്ന് വന്നു. √3 അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? ഹിയർ ഇസ് ദ ആൻസർ. √3 14th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ ഫോഴ്സ് ഓഫ് 10 Newton acts on a charged particle placed between 2 plates of a charged capacitor. If one plate of the capacitor is removed, then the force acting on the particle. 2 പ്ലേറ്റ് ഉള്ളപ്പോഴത്തെ ഫോഴ്സ് തന്നിട്ടുണ്ട്. ആ ഫോഴ്സിനെ ഞാൻ F എന്ന് വിളിക്കുന്നു. ആ F എന്ന് പറയുന്നത് QE ആണ്. E is the electric field between the plate of the capacitor. Q epsilon naught sigma by epsilon naught. Sigma divided by epsilon naught is the electric field in between the plate of the capacitor. ഇനി അടുത്തതിനെ ഞാൻ F ഡാഷ് എന്ന് വിളിക്കുന്നു. അത് QE ഡാഷ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് അവിടെ മാറിയിട്ടുണ്ടാവും ഇല്ലേ? 2 പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആഡ് ചെയ്യുമ്പോഴാണ് സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് കിട്ടുന്നത്. അപ്പോൾ സിംഗിൾ പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? 2 ഇൻറ്റു സിഗ്മ ഡിവൈഡ് ബൈ 2 എപ്സിലോൺ നോട്ട് ആയിരിക്കും. ശരിയല്ലേ? ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പം F ഡാഷ് സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും കുട്ടികളെ? 1/2 എന്ന് കിട്ടി. 1/2.
എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ന്യൂ ഫോഴ്സ് മസ്റ്റ് ബി ഹാഫ് ഓഫ് ദ ഓൾഡ് ഫോഴ്സ്. ഓൾഡ് ഫോഴ്സ് എത്രയായിരുന്നു നോക്കിയാൽ നിങ്ങൾ? 10 ആയിരുന്നു. 10ന്റെ പകുതി വിച്ച് ഈസ് ഈക്വൽ ടു 10/2 വിച്ച് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, ഇനി 15th ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. നോക്കൂ, ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആഫ്റ്റർ 3 seconds starting from its mean position is equal to half of the amplitude. The time period of simple harmonic oscillator. Okay, starting from mean position എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതാണ്. ഡിസ്പ്ലേസ്മെന്റ് x is equal to a sin omega t. No phase difference because it is starting from mean position. ഇനി നമുക്കിവിടെ എക്സ് തന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ വേറൊരു രീതിയിലൂടെ എഴുതുകയാണ് കേട്ടോ. എ ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ എന്നുള്ളത് 2π/t ഇൻറ്റു ടി എന്ന് എഴുതാം. ഇനി തന്നിട്ടുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. എക്സ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ a/2 ഈസ് ഈക്വൽ ടു എ സൈൻ വാട്ട് 2π/t ഇൻറ്റു ടി. നമുക്ക് അപ്പൊ 2π സൈൻ 2π/t ഇൻറ്റു ടി എത്ര കിട്ടി? സൈൻ 2π/t ഇൻറ്റു ടി നമുക്ക് 1/2 എന്ന് കിട്ടി, ഹാഫ് എന്ന് കിട്ടി. അപ്പൊ 2π/t ഇൻറ്റു ടി എന്ന് പറയുന്ന സൈൻ ഇൻവേഴ്സ് ഹാഫ് വിച്ച് ഈസ് ഈക്വൽ ടു π/6 അല്ലേ? therefore t ഈസ് ഈക്വൽ ടു പൈ വെട്ടിപ്പോയി, നമുക്ക് എത്ര കിട്ടി? t ഈസ് ഈക്വൽ ടു t ഡിവൈഡഡ് ബൈ നമുക്ക് സ്മോളർ ടൈം പീരീഡ് അല്ലേ വേണ്ടത്? ഓക്കെ, ലെറ്റ് us write time period. Time period is equal to നമുക്ക് പൈ വെട്ടിപ്പോയി 12t എന്ന് കിട്ടി. 12t. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 6 to 7 12t. ടി ഇവിടെ 3 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 12 into 3 which is equal to 36 seconds. ടൈം പീരീഡ് ഓഫ് ദ ഓസിലേറ്റർ ഈസ് 36 seconds. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആൻ ഒബ്സർവർ മൂവിംഗ് ടുവേഴ്സ് എ സ്റ്റേഷനറി സോഴ്സ് of sound with a velocity equal to 1/5 of the velocity of sound. The percentage change in the frequency is. Okay, ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഒബ്സർവർ മൂവ്സ് ടുവേഴ്സ് ദ സ്റ്റേഷനറി സോഴ്സ്. അദ്ദേഹത്തിന്റെ വെലോസിറ്റി എത്രയാ? 1/5 of the velocity of sound. അപ്പം നമുക്ക് വേണ്ടത് പെർസെന്റേജ് ചേഞ്ച് ആണ് വേണ്ടത്. അപ്പൊ അപ്പാൻഡ് ഫ്രീക്വൻസി എഫ് ഡാഷ് ഞാൻ എഴുതാം. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു വി മൈനസ് velocity of the observer, that is v/5 divided by v into actual frequency f. ഇത് നമുക്ക് v വെട്ടിക്കളയുകയാണെങ്കിൽ മൂവിംഗ് ടുവേഴ്സ് ദ സ്റ്റേഷനറി ഒബ്സർവർ ആണ്. അപ്പൊ v മൈനസ് v/5 എന്നല്ല വരിക, v പ്ലസ് v/5. ഇത് നമുക്ക് എത്ര കിട്ടി? എഫ് ഡാഷ് ബൈ എഫ് എന്ന് പറയുന്നത് 6/5 എന്ന് കിട്ടി. നമുക്ക് ചേഞ്ചിന്റെ പെർസെന്റേജാണ് വേണ്ടത്. ഞാൻ കമ്പോണന്റോ ഡിവിഡന്റോ അപ്ലൈ ചെയ്യുകയാണ്. എഫ് ഡാഷ് മൈനസ് എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു 100. ഇതാണ് എനിക്ക് വേണ്ടത്. ഇവിടെ ചെയ്തപോലെ റൈറ്റ് സൈഡും ചെയ്യുക. 6 - 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100. ഓക്കെ, റൈറ്റ് സൈഡിൽ നിങ്ങൾ എന്താ ചെയ്തതെന്ന് നോക്കി. എഫ് ഡാഷ് ന്യൂമറേറ്ററിന് ഡിനോമിനേറ്റർ കുറച്ചു. ഇവിടെ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ. എഫ് ഡാഷ് മൈനസ് എഫിന്റെ സ്ഥാനം 6 - 5 ഡിവൈഡഡ് ബൈ എഫ് അതുപോലെ എഴുതി, അതുകൊണ്ട് ഡിവൈഡ് ബൈ 5 അതുപോലെ എഴുതി. ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് എത്ര കിട്ടി കുട്ടികളെ? 1/5 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 20% എന്ന് കിട്ടും. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ജെയ്ക്ക് പണ്ടും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. കൺസിഡർ എ ലൈറ്റ് റേ ട്രാവലിംഗ് ഇൻ എയർ ഈസ് ഇൻസിഡന്റ് ഇൻറ്റു എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2n, everything under square root. Listen, the incident angle is twice that of the refracting angle, then the angle of incidence. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് റിഫ്രാക്റ്റിംഗ് ആംഗിളിന്റെ ഡബിളാ എന്ന് പറഞ്ഞാൽ ഇത് തീറ്റയാണെങ്കിൽ ഇത് 2θ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം തന്നിട്ടുണ്ട്. നമുക്ക് 2θ എത്രയാണെന്നാണ് വേണ്ടത്. ദെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമുക്ക് തീറ്റ അല്ല വേണ്ടത്, നമുക്ക് 2θ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് വേണ്ടത്. നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പം ഇത് എയർ ആണെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. 1 ഇൻറ്റു സൈൻ 2θ ഈസ് ഈക്വൽ ടു √2n, അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇൻറ്റു സൈൻ തീറ്റ. സൈൻ 2θനെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു √2n സൈൻ തീറ്റ. സൈൻ തീറ്റ വെട്ടിക്കളയുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു √2n ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ
n divided by 2 എന്ന് വന്നു. അണ്ടർ റൂട്ട് എവരിത്തിങ്. ഇത് കോസ് തീറ്റയാണ്. അപ്പൊ തീറ്റ എന്താണ്? ലെറ്റ് us find തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വാട്ട്? റൂട്ട് n divided by 2. നമുക്ക് തീറ്റ അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. വി വാണ്ട് 2 തീറ്റ. റിമെമ്പർ, വി വാണ്ട് I which is equal to 2 theta. That is equal to 2 cos inverse under root n by 2. But 2 cos inverse under root n by 2 undo nokki. Here D is the right answer. Okay. Next question. A hydrogen atom is in ground state, absorbs 10.2 electron volt of energy. Angular momentum of electron of hydrogen atom will increase by the value of. Ground state ലാണുള്ളത്. ഹൈഡ്രജൻ ആറ്റം ആണ്. 10.2 ഇലക്ട്രോൺ വോൾട്ട് എനർജി അബ്സോർവ് ചെയ്താൽ അത് സെക്കൻഡ് സ്റ്റേറ്റിലോട്ട് പോകും. n is equal to 2 പോകും. കാരണം 2ഉം 1ഉം തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് 10.2 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇനീഷ്യൽ ആംഗുലാർ മൊമെന്റം n is equal to 2 will ആംഗുലാർ മൊമെന്റത്തിന്റെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് nh by 2π. അപ്പം n 1 ആയതുകൊണ്ട് h ഡിവൈഡ് ബൈ 2π. ഇനി n is equal to 2 അത് പോയി. അതാണ് ഫൈനൽ സ്റ്റേറ്റ്. കാരണം 10.2 ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് അത് അബ്സോർവ് ചെയ്തത്. അപ്പോൾ ഫൈനൽ ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു nh by 2π. n ന് 2 കൊടുക്കൂ. അപ്പൊ 2h by 2π. നമുക്ക് ആംഗുലാർ മൊമെന്റത്തിന്റെ ഇൻക്രീസ് ആണ് വേണ്ടത്. ഡെൽറ്റ എൽ എന്താ? എൽ ഫൈനൽ മൈനസ് എൽ ഇനീഷ്യൽ. h by 2π രണ്ടിലും കോമൺ ആണ്. ലെറ്റ് മീ റൈറ്റ് h ഡിവൈഡ് ബൈ 2π ഈസ് ടേക്കൺ ഔട്ട്. Then 2 minus 1 എന്ന് വന്നു, which is equal to 1. Therefore, delta L is equal to h divided by 2π എന്ന് വന്നു. hന്റെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 6.6 into 10 to the power minus 34. 2πയുടെ വാല്യൂ 2 into 3.14 എന്ന് പറഞ്ഞാൽ 2 അല്ല, 2 into 3.14. ഓക്കെ, 6.28. ഇത് ലിറ്റിൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ 1 point something, maybe 0.5 into 10 to the power minus 34. യൂണിറ്റ് അറിയാലോ, ജൂൾ സെക്കൻഡ്. ദാറ്റ്സ് എ യൂണിറ്റ് ഓഫ് ആംഗുലാർ മൊമെന്റം. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കൂ. ഡി ഈസ് യുവർ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡന്റിഫൈ ദ കറക്റ്റ് ലോജിക് ഗേറ്റ് ഫോർ ദ ഫോളോയിങ് ഔട്ട്പുട്ട് y ഓഫ് ഇൻപുട്ട് എ ആൻഡ് ബി. ഇവിടെ രണ്ട് ഇൻപുട്ട് തന്നിട്ടുണ്ട് കുട്ടികളെ. ഇത് രണ്ടും ഇൻപുട്ടാണ്, ഇത് ഔട്ട്പുട്ടാണ്. ഇത് ഏത് ഗേറ്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ ഈ ഇൻപുട്ടുകളൊന്ന് എഴുതാം. 1ഉം 1ഉം ആയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഔട്ട്പുട്ട് 0 ആണ്. അപ്പൊ ഈ 1ഉം 1ഉം എന്ത് ചെയ്താലാ 0 കിട്ടുന്നത്? ആഡ് ചെയ്തിട്ട് നെഗേറ്റ് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെഗേറ്റ് ചെയ്താലും കിട്ടും. ഇനി അടുത്തുകൂടെ നോക്കാം. അപ്പൊ ഈ ഒരെണ്ണം കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ആൻഡ് ഗേറ്റ് ആണോ ഓർ ഗേറ്റ് ആണോ, ഒന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ നോക്കിയേ, 0 0 1 ആ കിട്ടിയത്. 0 0യുടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 0 കിട്ടും. നെഗേറ്റ് ചെയ്താൽ 1 കിട്ടും. അതുപോലെ 0 0 മൾട്ടിപ്ലൈ ചെയ്ത് നെഗേറ്റ് ചെയ്താലോ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും, നെഗേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോഴും ക്ലിയർ ആയിട്ടില്ല നാൻഡ് ആണോ നോറാണോ എന്നുള്ളത്. ഇനി അടുത്തത് നോക്കൂ, 0 1 നോക്കൂ. 0 1 കൂടെ ആഡ് ചെയ്താൽ 1 കിട്ടും. ഓക്കെ, 1നെ നെഗേറ്റ് ചെയ്താൽ 0 കിട്ടും. അപ്പൊ ആഡ് ചെയ്ത് നെഗേറ്റ് ചെയ്യുന്ന സാധനമല്ല, മൾട്ടിപ്ലൈ ചെയ്ത് നെഗേറ്റ് ചെയ്യുന്നതാണോ നോക്കുക. 0 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും, നെഗേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഓഫ് കോഴ്സ് നോക്കി, ഇവിടെ 1 ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോന്നും നമുക്ക് നോക്കാം. 1 0 നമുക്ക് കിട്ടിയ 1. അപ്പൊ 1 into 0 0, നെഗേറ്റ് ചെയ്യുമ്പോൾ 1. 1 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, നെഗേറ്റ് ചെയ്യുമ്പോൾ 0. ഓഫ് കോഴ്സ് ഹിയർ ഈസ് 0. ഇനി നോക്കിയേ, 0 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, നെഗേറ്റ് ചെയ്യുമ്പോൾ 1. ഓഫ് കോഴ്സ് 1. അപ്പൊ 0 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, നെഗേറ്റ് ചെയ്യുമ്പോൾ 1. ഓഫ് കോഴ്സ് 1. ഇവിടെ 1 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ what do you get? 0 നെഗേറ്റ് ചെയ്യുമ്പോൾ 1. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ നടക്കണം, നെഗേഷനും നടക്കണം. അപ്പോൾ നിങ്ങളുടെ ഔട്ട്പുട്ട് y എന്ന് പറയുന്നുണ്ടല്ലോ, y എന്ന് പറയുന്നത് a മൾട്ടിപ്ലൈഡ് ബൈ b ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് നെഗേറ്റഡ് എന്ന് പറഞ്ഞാൽ there must be an AND gate followed by not gate, AND gate followed by AND gate. This one must be there and it must be followed by a not gate. അല്ലെങ്കിൽ നാൻഡ് ഗേറ്റ്. നാൻഡ് എന്ന ഗേറ്റ് ഇവിടെ പറയുന്നില്ല, കാണിക്കുന്നില്ല. അപ്പൊ ആൻഡ് ഗേറ്റ് ഫോളോഡ് ബൈ എ നോട്ട് ഗേറ്റ്. ഹിയർ ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 20th ക്വസ്റ്റ്യൻ. എ മിക്സ്ചർ ഓഫ് ഹൈഡ്രജൻ നോക്കൂ. എ മിക്സ്ചർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഹാസ് വോളിയം 2000 centimeter cube, temperature 300 Kelvin, pressure 100 kilopascal and mass 0.76 gram. The
ratio of number of moles of hydrogen to number of moles of oxygen in the mixture. It's a mixture. അപ്പോൾ PV is equal to nRT എന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. N എന്ന് പറഞ്ഞാൽ N1 plus N2 ആണ്. N is equal to N1 plus N2. അപ്പോൾ N1 plus N2നെ നമുക്ക് എങ്ങനെ എഴുതാം? Let me write. N1 plus N2നെ നമുക്ക് PV by RT എന്ന് എഴുതാം. PV by RT because PV, T, everything is known to us. അപ്പോൾ N1 plus N2ന് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. N1 plus N2 is equal to P എത്രയാണ് കുട്ടികളെ? പ്രഷർ 100 കിലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 to the power 3. വോളിയം എത്രയാ? 2000 സെന്റിമീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ് ആകുമ്പോൾ 10 to the power -6 വന്നു. ഇനി ആറിന്റെ വാല്യൂ 8.1 സംതിങ് ആണ്. ഞാൻ അതിനെ 25 divided by 3 എന്ന് എഴുതാം. ആറിന്റെ വാല്യൂ. ഓക്കെ, ദിസ് ആർ വാല്യൂ ക്യാൻ ബി റിട്ടൺ ആസ് 25 by 3 into വോളിയം. വോളിയം എത്രയാണ് ഇവിടെ പറഞ്ഞത്? വോളിയം അല്ല, ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ 300 കെൽവിൻ ആണെന്ന് പറയുന്നത്. എന്തിനാന്ന് ചോദിച്ചാൽ കാൽക്കുലേഷൻ ഇപ്പൊ കുറച്ച് സിമ്പിളായി ഇല്ലേ? ഈ 3 ഈ 100ന്റെ 2ഉം വെട്ടിക്കളയാം. ഇവിടെ ഒരു 3 zeros ഉണ്ട്, ഇവിടെ ഒരു 3 zeros ഉണ്ട്. അങ്ങനെ 10 to the power -6ഉം വെട്ടിക്കളയാം. അപ്പം നമുക്ക് N1 plus N2ന് കിട്ടുന്നത് എന്താണെന്ന് നോക്കി. N1 plus, let me use the same colored ink. N1 plus N2 നമുക്ക് കിട്ടുന്നത് മറ്റൊന്നുമല്ല 2 divided by 25. 2 divided by 25 എന്ന് പറഞ്ഞാൽ 8 divided by 100 എന്ന് എഴുതാം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അങ്ങനെ നമുക്ക് 0.08 എന്ന് കിട്ടി ഒരു ഇക്വേഷൻ. ഈ N1 plus N2 മാത്രം കിട്ടിയതുകൊണ്ട് N1 by N2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ഇക്വേഷനോടെ നമുക്ക് വേണം. അതിനാണ് ഇവിടെ മാസ് തന്നിട്ടുള്ളത്. ഇതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? N1 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഹൈഡ്രജന്റെ മാസ് N1 into 2 ആണ്. N2 ഓക്സിജൻ മോൾസ് ഉണ്ടെങ്കിൽ ഓക്സിജന്റെ മാസ് N2 into 32 ആണ്. അപ്പം ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. N1 into 2 അതാണ് ഹൈഡ്രജന്റെ മാസ് പ്ലസ് N2 into 32 ഗ്രാമിൽ എത്ര കിട്ടണം? 0.76 എന്ന് കിട്ടണം. ഇനി 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ N1 plus 16 N2 ഈസ് ഈക്വൽ ടു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.38 എന്ന് കിട്ടി. ഇനി നോക്കിയ കുട്ടികളെ, നമുക്ക് 2 ഇക്വേഷനായി അല്ലേ? ഈ 2 ഇക്വേഷൻ നമ്പർ 2വിൽ നിന്ന് ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ കുറയ്ക്കൂ. ഫസ്റ്റ് ഇക്വേഷൻ കുറയ്ക്കൂ. അപ്പൊ നമുക്ക് N1 ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ 15 N2 ഈസ് ഈക്വൽ ടു 0.38 മൈനസ് 0.8 എന്ന് പറഞ്ഞാൽ 0.30 ആണ്. അങ്ങനെ N2 എന്ന് പറഞ്ഞത് 0.3 ഡിവൈഡഡ് ബൈ 15 ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0.02. N2 കിട്ടിയില്ലേ? 0.02. അപ്പൊ N1 കിട്ടിക്കൂടെ? ഇതിൽ നിന്ന് നമുക്ക് N1 കിട്ടും 0.08 0.02 കുറയ്ക്കുകയാണെങ്കിൽ 0.06 എന്ന് കിട്ടി. നമുക്ക് വേണ്ട ഇതിന്റെ റേഷ്യോ ആണ്. വാട്ട് ഡു വി നീഡ്? വി വാണ്ട് N1 by N2. N1 നമുക്ക് 0.02 എന്ന് കിട്ടി. N2 നമുക്ക് 0.06 എന്ന് കിട്ടി. Therefore, this ratio is 1/3. 1/3. Okay. Here is the answer. Okay, children. Thank you for watching. That's all about this discussion. See you.